ഈസാ നബിയുടെ ഉമ്മ മറിയം ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഇല്ലാത്ത പ്രത്യേകത, ഈസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികളായ മറ്റു പ്രവാചകന്മാർക്കില്ലാത്ത പ്രത്യേകത അല്ലാഹ് പറഞ്ഞല്ലോ. സൂറത്ത് മറിയം 31-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറഞ്ഞു, വജഅലനീ മുബാറകൻ ഐനമാ കുൻത്. അല്ലാഹ് പറയുകയാണ്, വജഅലനീ മുബാറകാ, അല്ലാഹു എനിക്ക് ബറക്കത്ത് തന്നു എന്നല്ല, അല്ലാഹു എന്നെ മുബാറക്കാക്കിയിരിക്കുകയാണ്, എന്നെ ബറക്കത്തുള്ളവനാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്റെ ഏത് ശരീരത്തിന്റെ ഭാഗവും ബറക്കത്താ. ആ ബറക്കത്തുള്ള ഭാഗം കൊണ്ട് ആരെ തൊട്ടാലും അവന്റെ രോഗം മാറുന്നതാ. മരിച്ചു കിടക്കുന്നവന്റെ ശരീരത്തിലേക്കൊന്ന് തടകിയാൽ എന്നിട്ട് കുമ്പീരിനില്ല, പടച്ചവന്റെ കൽപ്പന പ്രകാരം ഒന്ന് എഴുന്നേക്കുമോ എന്ന് ചോദിച്ചാൽ മരിച്ചു കിടക്കുന്നവന് ചാടി എഴുന്നേക്കുമായിരുന്നല്ലോ. ഇത് വിശുദ്ധ ഖുർആനും തിരുവചനങ്ങളും സാക്ഷ്യപ്പെടുത്തിയതാണല്ലോ. അതെന്തുകൊണ്ടാണ് ഈസാ നബിക്ക് മറ്റ് പ്രവാചകന്മാർക്കില്ലാത്ത വലിയൊരു ബഹുമതി അല്ലാഹു കൊടുത്തു. വജഅലനീ മുബാറകാ, എനിക്ക് അല്ലാഹു ബറക്കത്ത് തന്നു എന്നല്ല, വജഅലനീ, എന്നെ അല്ലാഹു ആക്കി മുബാറകൻ, മുബാറകാക്കി. അൽഹംദുലില്ലാഹ്, മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു ബറക്കത്തുള്ള ആളാക്കി എന്ന് പറയുമ്പോ സഹോദരങ്ങളെ, നാളൊരു സമയത്ത് കടന്നു വരുമല്ലോ ഈസാ നബി അലൈഹിസ്സലാം. അതെവിടെയാണ് വരുന്നത്? അങ്ങ് ഡമാസ്കസിലെ വെളുത്ത മിനാരത്തിന്റെ മുകളില് ഈസാ നബി അലൈഹിസ്സലാം ലോകാവസാനത്തിന്റെ സമയത്ത് ഇറങ്ങി വരുമ്പോ ആ സമയത്തും ഈസാ നബി അലൈഹിസ്സലാമിന് പദവി ഉണ്ടാകുമോ? ഒരുപക്ഷേ ഉണ്ടാകുമെന്നാണ്. എന്തുകൊണ്ടെന്നറിയോ? ഈസാ നബി പറഞ്ഞത് എന്താണ്? ഐനമാ കുന്തു, ഞാൻ എവിടെ ആയിരുന്നാലും ഞാൻ ബറക്കത്തുള്ളയാളാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിന്റെ കരങ്ങൾക്ക് ശക്തി കൂടുതലാണ്, ബറക്കത്തുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ബറക്കത്തുള്ളതിന് മാറ്റ് കൂടുതലാണ്. ഇനി ഇതേപോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടി അപ്പുറത്ത് നടക്കണമെന്നിരിക്കട്ടെ, രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയാണ് അപ്പുറത്ത് നടക്കുന്നത്. അതും പ്രസംഗം, ഇതും പ്രസംഗം, അവിടെയും മൈക്ക്, ഇവിടെയും മൈക്ക്, ഇവിടെയും പ്രഭാഷകൻ, അവിടെയും പ്രഭാഷകൻ, ഇവിടെയും അനുവാചകർ, അവിടെയും അനുവാചകർ. ഇത് ബറക്കത്തുണ്ട്. അത് ചിലപ്പോൾ ബറക്കത്ത് കാണൂല. കാരണം അത് ഗീബത്തിന്റെ, ഞാൻ ഒരു പാർട്ടിയും പറഞ്ഞില്ല കേട്ടാ, ഒരു പാർട്ടിയും ഞാൻ പറഞ്ഞില്ല. ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ തന്നെ ഗീബത്താണ്. അല്ല, നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് സമ്മതിക്കാൻ ഒക്കൂല. കാരണം അങ്ങനെയാണല്ലോ, രാഷ്ട്രീയം അങ്ങനെ ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആരെപ്പറ്റിയും പരദൂഷണം പറയുന്ന വേദിയല്ല. ഇത് പരദൂഷണം പറയുന്നത് വ്യഭിചാരത്തെക്കാൾ ക്രൂരമായ ഒരു തിന്മയാണെന്ന് പഠിപ്പിക്കുന്ന സദസ്സാണ്. ഇവിടെ ബറക്കത്തുണ്ട്. അതാണ് വ്യത്യാസം. അതാണ് വ്യത്യാസം എന്റെ പ്രിയപ്പെട്ടവരെ. എല്ലാ രാത്രികളും, ഇന്നിപ്പോ ഏത് രാവാ? ബുധനാഴ്ച രാവാ, ഇന്നലെ ചൊവ്വാഴ്ച രാവ്. പ്രിയപ്പെട്ടവരെ, രാവുകളെല്ലാം ഒരുപോലെയാണോ? അല്ല, അങ്ങനെ കരുതരുത്. എല്ലാ വ്യക്തികളും ഒരുപോലെയല്ല. അല്ലാഹ് പറയുന്നു, ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. വിവരമുള്ളവരും ഇല്ലാത്തവരും വ്യത്യസ്തമാണ് എന്ന് അല്ലാഹ് തന്നെ പറയാൻ. എന്തുകൊണ്ടാണ്? മുസ്ലിയാക്കന്മാർക്ക് VIP പദവിയുണ്ട്. കാരണം എന്താ? കല്യാണം, ഈ ഓഡിറ്റോറിയത്തിൽ കല്യാണം നടക്കട്ടെ, എല്ലാവരും പ്രസിഡന്റും സെക്രട്ടറിയും നാട്ടുകാരും എല്ലാവരും ക്യൂ നിൽക്കുകയാണ് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പാചകപ്പുരയുടെ ഇടയിലൂടെ 3 പേരെ കൊണ്ടുപോകും. ആരൊക്കെയാ? പള്ളിയിലെ ഉസ്താദ്, ഖുത്ബ ഓതാൻ വന്ന ആള്, പിന്നെ കൂടെ വന്ന അസിസ്റ്റന്റ്. കാരണം എന്താ? ഇത് ആർക്കും അസൂയ വേണ്ട. ഇത് അല്ലാഹ് കൊടുത്ത പദവിയാണ്. കുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന. കഞ്ഞിപ്പുരയിലുമുണ്ട്, പള്ളിപ്പുരയിലുമുണ്ട്, പള്ളിപ്പുറത്തുമുണ്ട്, ലോകത്ത് എവിടെയുണ്ട്. ആ ഒരു പദവി അത് അല്ലാഹ് കൊടുത്തതാണ്. അതൊരിക്കലും അത് ആരുടെയും ഒരു പ്രത്യേക പരിഗണനയല്ല. അതിൽ ബറക്കത്തുള്ളത് കൊണ്ടാണ്. എല്ലാ രാത്രിയും ഒരുപോലെയല്ല. ഞാൻ ആ ഉദാഹരണം പറയൽ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അമലുകളിലേക്ക് ഇറങ്ങി വരണം. ഫളായിലുകൾ കുറച്ച് പറഞ്ഞിട്ട് നമുക്ക് അമല് ചെയ്യാനുള്ള കാര്യങ്ങൾ കുറെ പറയണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. പരിശുദ്ധമായ ഒരു രാവിന് പ്രത്യേക കൂടുതലാ. ഏത് രാവ്? ആ രാവിന് പ്രത്യേകത കൂടുതലായത് എന്തുകൊണ്ടാണ്? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക. സൂറത്തു ദുഖാനിലെ 3-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയുകയാ, ഒരു രാത്രി അല്ലാഹു അനുഗ്രഹീതമാക്കി. ആ രാത്രി ഏതാണ്? ആഗോള സംസ്കാര സംശുദ്ധ സിദ്ധാന്തം വിളിച്ചോതിയ വിശുദ്ധ ഖുർആൻ, ലോകം ദാഹിച്ചുകൊണ്ടിരുന്ന വിമോചന സരണിയായ വിശുദ്ധ ഖുർആൻ, ഹിറാഖത്തിന്റെ അന്തരീക്ഷത്തെ കീറിമുറിച്ചുകൊണ്ട് റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുത്ത വിശുദ്ധമായ ഖുർആൻ, പുരാതന കാലത്തെ പ്രാകൃതന്റെയും
പുരോഗമന കാലത്തെ പരിഷ്കൃതന്റെയും മനോമുഖരത്തിൽ പരിവർത്തനത്തിന്റെ പടകധ്വനി മുഴക്കിയ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് ആ രാത്രിയിലാ. ആ രാത്രി ഏറെ പ്രശംസനീയമാണ്, ആ രാത്രി ഏറെ ബറക്കത്തുള്ളതാണ്. അതുകൊണ്ടാണ് അള്ളാഹു ആ രാത്രി തന്നെ വിശുദ്ധ ഖുർആനിനെ ഇറക്കിയത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉദാഹരണം ഞാൻ അവസാനിപ്പിക്കുകയാ. മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ എന്ന് നമ്മൾ ദുആരെന്നാൽ ജമാദുൽ ആഖിറിൽ അവസാനത്തെ രാവിലുണ്ടായിരുന്ന അതേ ഇബാദത്താകരുത് റജബ് 1 ഇബാദത്ത്. ദ്വാരത മാത്രം പോരാ, ബറക്കത്ത് നമ്മൾ അള്ളാഹിനോട് ചോദിക്കണമെങ്കിൽ എന്തു വേണം? അള്ളാഹു ബറക്കത്ത് തരും, പക്ഷെ നമ്മൾ എന്തു വേണം? നമ്മുടെ ഡ്യൂട്ടി കൂടെ നിർവഹിക്കണം. കയറ്റുമതി ഉണ്ടെങ്കിൽ ഇറക്കുമതി ഉണ്ടാവുള്ളൂ, അങ്ങോട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടുണ്ടാവുള്ളൂ. അപ്പൊ നമ്മുടെ ഭാഗത്ത് നിന്ന് ജമാദുൽ ആഖിറിന്റെയും ജമാദുൽ ഊലയുടെയും റബിയുൽ ആഖിറിന്റെയും റബിയുൽ അവ്വലിന്റെയും സഫറിന്റെയും മുഹറത്തിന്റെയും ദുൽഹിജ്ജയുടെയും ദുൽഖഅദിന്റെയും അതുപോലെ തന്നെ ശവ്വാലിന്റെയും റമളാനിന്റെയും ശഅബാനിന്റെയും മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി റജബ് മാസത്തിൽ നമുക്ക് അല്പം ഇബാദത്തിൽ കുറച്ച് ബറക്കത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. എന്ന് പറഞ്ഞാൽ പതിവിനപ്പുറത്ത് സമൃദ്ധമായി എന്തെങ്കിലും നമ്മൾ ചെയ്യണം. ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പാടില്ല. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നും നമുക്ക് ചെയ്യാൻ പാടില്ല. നമ്മൾ ചെയ്യുന്നത് എന്താ? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. ശഅബാനിലെ റജബിൽ ബറക്കത്ത് അല്ലാഹ് എന്നും പറഞ്ഞ് നമ്മൾ കൈയൊക്കെ പിടിച്ച് മുത്തി നേരെ വെളിയിറങ്ങിയിട്ട് ബറക്കത്ത് കെട്ടുപോകുന്ന, ബറക്കത്തില്ലാതായി പോകുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്. രാവിലെ ദുആരക്കും പടച്ചോനെ നീ എനിക്ക് സമ്പത്ത് തരണേ അല്ലാഹ്. എന്നിട്ട് നേരെ പോകുന്നത് എങ്ങോട്ടാ? പഞ്ചായത്ത് ഓഫീസ്. എന്നിട്ട് പറയും എനിക്ക് പറ്റുമെന്ന് BPL കാർഡ് ആക്കി തരാൻ പറയും. അള്ളാഹിനോട് ചോദിക്കുന്നത് സമ്പത്ത് APL, ജനങ്ങളുടെ ചോദിക്കുന്നത് BPL ആക്കായി. ഇതല്ലേ മനുഷ്യന്റെ സ്വഭാവം? നമ്മുടെ സ്വഭാവം അതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നമ്മൾ ഇതുവരെ ചെയ്തു വന്ന ഇബാദത്തുകളിൽ നിന്ന് സമൃദ്ധി, ഒരൽപ്പം വ്യത്യാസം, ഒരൽപ്പം ഗ്രാഫ് ഉയരൽ ഈ റജബിൽ നമ്മൾ കാണിക്കണമെങ്കിൽ ബറക്കത്ത് അല്ലാഹു തരൂ. ബറക്കത്ത് കെട്ടുപോകുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പാടില്ല. ബറക്കത്തില്ലാതായി പോകുന്ന ഒരു 4 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് പറയുമ്പോഴേക്കും നമ്മുടെ വിഷയം സമ്പൂർണ്ണമാകും. ഇൻഷാ അല്ലാഹ് നമുക്ക് അമല് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ, ഭാര്യയിലൊക്കെ ബറക്കത്ത് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ചില ആളുകൾ പറയും ഉസ്താദ് ഭാര്യയ്ക്ക് വേണ്ടി ദ്വാരക്കണം, ബറക്കത്തിന് വേണ്ടി ദ്വാരക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അവൾ അതുവരെയുള്ള സ്വഭാവത്തിൽ നിന്ന് ഒരു വ്യത്യാസം ഉണ്ടാക്കണം. മക്കൾക്ക് വേണ്ടി ദ്വാരക്കണം ബറക്കത്തിന് എന്ന് പറഞ്ഞാൽ എന്താ? മക്കൾ നന്നാകണം. ഇപ്പൊ നിങ്ങൾക്ക് ബോധ്യമായല്ലോ ബറക്കത്ത് എന്താന്ന്? നേരത്തെ പോലുള്ളതല്ല, ഒരു ചേഞ്ച്, ഒരു വ്യത്യാസം. നമ്മൾ ഇഷ്ടപ്പെടുന്നതിൽ സമൃദ്ധി അതുണ്ടാവുക. അല്ലാതെ എപ്പോഴും നമ്മൾ ഇങ്ങനെ പള്ളിയിൽ നിന്ന് ദ്വാരന്നിട്ടങ്ങ് പോയാ പോരാ. നമ്മൾ കൊടുക്കേണ്ട ഈ ഭാരത്തിൽ അല്പം വ്യത്യാസം ഉണ്ടാകണം. ഒരിക്കലും ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല. ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളിൽ നമ്പർ 1 ഏതാ? സൂറത്തു തൗബ. അല്ലാഹു പറയുന്ന ഒരു ആയത്തുണ്ട്. എന്താ പറഞ്ഞത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇന്ന ഇദ്ദതശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും ദാലിക ദീനുൽ ഖയ്യിം ഫലാ തളിമു ഫീഹിന്ന അൻഫുസകും. അല്ലാഹ് പറയുകയാണ് സൂറത്ത് തൗബ 36-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയുകയാ, ഇന്ന ഇദ്ദതശ് ശുഹൂരി ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം എത്രയെന്നറിയോ? 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തപ്പെട്ട 12 മാസങ്ങളാ. യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, അത് ഭൂമി ഉണ്ടായതിനു ശേഷമല്ല, ആകാശമുണ്ടായതിനു ശേഷമല്ല. യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സംവിധായകനായ, സംരക്ഷകനായ, സംഹാരകനായ അല്ലാഹ്, അവൻ ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ച ആ ദിവസം തന്നെ 12 മാസങ്ങൾക്ക് അല്ലാഹു തആല രൂപകൽപ്പന ചെയ്തു. അത് ഏത് മാസമാണ്?
ജനുവരി ഫെബ്രുവരി മാർച്ച് എന്ന് തുടങ്ങുന്ന ഡിസംബർ വരെയുള്ള മാസമല്ല. അതുപോലെ തന്നെ ചിങ്ങം കന്നി എന്ന് തുടങ്ങുന്ന മലയാള മാസവുമല്ല. പിന്നെ ഏത് മാസമാ ചെറുപ്പക്കാരാ? വാപ്പാടെ ആണ്ട് നടത്തുന്ന പൊന്നുമോനെ, ഡിസംബർ 10 വാപ്പാന്റെ ആട്. വാപ്പാന്റെ ആണ്ടപ്പനാണ് നടത്തേണ്ടത്. അത് അറബി മാസം നോക്കണേ മനുഷ്യ, അറബി മാസമാണ് നോക്കേണ്ടത്. ഒരു പെണ്ണിട്ട് ഇരിക്കേണ്ടത് അറബി മാസം നോക്കിയിട്ട, ഒരു പെണ്ണിന്റെ എല്ലാ കാര്യങ്ങളും അറബി മാസം നോക്കിയിട്ട. നമ്മുടെ എല്ലാ കാര്യങ്ങളും, വിവാഹമാകട്ടെ, മരണപ്പെടുന്നതിന്റെ ഡേറ്റ് കുറിക്കുന്നതാകട്ടെ, കല്യാണത്തിന്റെ ഡേറ്റ് ആകട്ടെ, ഏതിനും നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത് അറബി മാസം തന്നെയാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. കാരണം എന്തെന്നറിയോ? ഈ മാസങ്ങളുടെ പ്രത്യേകത ആകാശഭൂമികളുടെ സംവിധാനിച്ച അന്ന് മുതലാ. അത് ലൗഹുൽ മഹ്ഫൂദിൽ എഴുതപ്പെട്ട മാസങ്ങളാ. അതൊരിക്കലും അറബി മാസങ്ങളല്ലാത്ത മാസങ്ങളല്ല. എന്തുകൊണ്ട്? ചരിത്രം പഠിക്കുന്നവർക്കറിയാ. എൻസൈക്ലോപീഡിയ നിങ്ങളെടുക്ക്. എന്നെ നിങ്ങളെ കൊഞ്ഞനം കുത്തണ്ട. ഏതോ ഒരു പ്രഭാഷണത്തിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ ആളുകൾ എങ്ങനെ പൊങ്കാല തുടങ്ങി. അവരുടെ അടുപ്പ് തീർന്നതല്ലാതെ ഇവിടെ ഒന്നും സംഭവിക്കൂല. കാരണം എന്താ? വിവരമുള്ളവന് കൃത്യമായി അത് അറിയുന്ന കാര്യമാണ്. ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ, ഇത് 12 രാജാക്കന്മാരുടെ പേരാ. 12 രാജാക്കന്മാരുടെ പേരാ. റോമൻ രാജാക്കന്മാരുടെ പേരിലാണ് ഈ മാസങ്ങൾ അറിയപ്പെടുന്നത്. അല്ല എന്ന് നിഷേധിക്കാൻ നിങ്ങൾക്ക് കഴിയോ? ചരിത്രം പഠിക്കുന്നവരുണ്ടല്ലോ. ഇപ്പൊ എല്ലാം തള്ളവിരലിലല്ലേ? നിങ്ങളൊന്ന് പഠിച്ചു നോക്ക്. ഇനി മലയാള മാസത്തിന്റെ കഥ പറയാം. അപ്പൊ റോമിലെ രാജാക്കന്മാർ വന്നു എപ്പോഴാ? ആകാശവും ഭൂമിയൊക്കെ ഉണ്ടായി സഹസ്രാബ്ദങ്ങൾക്ക് ശേഷമല്ലേ? അല്ലേ? അപ്പൊ മലയാള മാസത്തിന് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷം, ഈ വർഷം, അടുത്ത വർഷം എന്നൊക്കെ പറയും പോലെ വേറൊരു പേരുണ്ടല്ലോ. എന്താണ്? അതെങ്കിലും ഒന്ന് പറയും. കഴിഞ്ഞ വർഷം, ഈ വർഷം, അടുത്ത വർഷം എന്ന് പറയുന്നതിന് വേറൊരു പദം ഉണ്ടല്ലോ. എന്താണ്? ഏതാ? ആണ്ടല്ല, അല്ലാതെ പറയുന്നത്. അല്ലാഹു അക്ബർ. കഴിഞ്ഞ വർഷം, ഈ വർഷം എന്നതിന്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ്? എന്നാ പിന്നെ ഞാൻ കടക്കൽ വേറെ ആയിരിക്കും. ഞാൻ പനൂരുള്ളത് പറഞ്ഞുതരാം. കൊല്ലം, കഴിഞ്ഞ കൊല്ലം, ഈ കൊല്ലം, വരുന്ന കൊല്ലം. ഈ കൊല്ലം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കും, ഇതെന്താ ഈ കൊല്ലം? നിങ്ങൾ ആരും ചിരിക്കണ്ട. രാത്രി വീട്ടിൽ പോയി നോക്കിയിട്ട് നാളെ ചിരിച്ചോളി. ഇന്നിപ്പോ ചിരിക്കണ്ട ആരും. ഈ കൊല്ലം എന്ന് പറയുന്നത് സഹോദരങ്ങളെ KL2 അത് തന്നെയാ ഈ കൊല്ലം എന്ന് പറയുന്നത്. അഥവാ നിങ്ങളുടെ ജില്ലയാണ് ഈ കൊല്ലം. നിങ്ങളുടെ ജില്ലയാണ് കൊല്ലം. ഇത് ലൈവ് ഉണ്ടല്ലോ. ഇതിനാരെങ്കിലും അല്ല എന്ന് പറഞ്ഞു വരട്ടെ. അറിയാം, നാളെ ഇത് കട്ട് ചെയ്ത് ചില രാജാക്കന്മാര് ഈ സോഷ്യൽ മീഡിയ തമ്പുരാക്കന്മാരിടും. നന്നായിട്ടറിയാം. വ്യക്തമായി നിങ്ങൾ സെർച്ച് ചെയ്യ്. കൊല്ലത്ത് വെച്ചാണ് മലയാള മാസത്തിന് പിറവിയുണ്ടായത്. കൊല്ലത്ത് വെച്ചാണ് മലയാള മാസത്തിന് പിറവിയുണ്ടായത്. തമിഴ്നാട്ടിൽ പോയ ചിങ്ങമാസം, കന്നിമാസം, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഈടവം എന്ന് പറയുന്നതില്ല. അത് കർണാടകയിലില്ല. ലോകത്തെവിടെ പോയാലും ഇംഗ്ലീഷുകാരുള്ളത് കൊണ്ട് തന്നെ ജനുവരി ഫെബ്രുവരി മാർച്ച് ഉണ്ട്. പക്ഷെ അത് റോമൻ രാജാക്കന്മാരുടെ പേരാ. പക്ഷെ ലോകത്തെവിടെ പോയാലും ഒരു മുസ്ലിമാണോ, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി വിശ്വസിച്ചവനാണോ, അല്ലാഹുവിനെ ഏകനായി അംഗീകരിക്കുന്നവനാണോ, അഷ്റഫുൽ ഖൽഖിനെ ദൂതനായി അംഗീകരിക്കുന്നവനാണോ, കഅബ ശരീഫിനെ ഖിബ്ലയാക്കിയവനാണോ, മുസ്ലിം ഉമ്മത്ത് ലോകത്തുള്ള മുഴുവൻ മുസൽമാനും എന്റെ സഹോദരങ്ങളാണെന്ന് വിശ്വസിക്കുന്നവനാണോ, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ പറയും ഏതാണ് അറബി മാസമെന്ന്. അല്ലേ? അറബി മാസം അല്ലാഹു സൃഷ്ടിച്ച മാസമാണ്. അറബി ഖുർആനിൽ എത്രയോ അറബി മാസങ്ങളുടെ പേര് വന്നു. മുഹറം. എത്രയോ മാസങ്ങളുടെ പേര് ഹദീസുകളിൽ വന്നു. ഞാൻ വിശദീകരിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, 12 മാസങ്ങൾക്ക് അല്ലാഹു ജന്മം നൽകി. അതില് മിൻഹാ അർബഅത്തുൻ ഹുറും, 4 മാസങ്ങൾ പവിത്രമാണ്, 4 മാസങ്ങൾ മഹത്വമുള്ളതാണ്. അതേതെന്നറിയുമല്ലോ? തുടർച്ചയായ 3 മാസങ്ങളും വേറിട്ട് നിൽക്കുന്ന ഒരു മാസവുമാണ്. തുടർച്ചയായ 3 മാസങ്ങൾ ഏതാണ്? ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം. ഈ 3 മാസങ്ങളാണ്. വേറിട്ട് നിൽക്കുന്ന മാസം ഏതാണ്? റജബാണ്. ഈ റജബ് മാസത്തിനെ പറ്റി അള്ളാന്റെ ഖുർആനിൽ പരോക്ഷമായി പറഞ്ഞിട്ട് അല്ല പറഞ്ഞത് എന്തെന്നറിയോ? ബറക്കത്തിന് ചോദിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരാ, വീടുകളിലെ ബറക്കത്തിന് ചോദിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മ,
ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യം അല്ലാഹു പറയുകയാ. ഏതെന്നറിയോ? അല്ല പറയുകയാണ് 3-4 മാസങ്ങൾ പവിത്രമാണ്, പരിപാവനമാണ്, വിശുദ്ധമാണ്. അതുകൊണ്ട് ഫലാ തളിമു ഫീഹിന്ന അൻഫുസകും, നിങ്ങൾ ശരീരങ്ങളോട് ലുൽമ കാണിക്കല്ലേ, നിങ്ങൾ ലുൽമ കാണിക്കല്ലേ. വീട്ടില് ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകുന്നതൊന്ന് ലുൽമ, നാട്ടില് ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകുന്നതൊന്ന് ലുൽമ, ഒരു മഹല്ലത്തില് ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകുന്നത് ലുൽമ. എത്രയോ പള്ളികളിലാണ് ജുമാ നിസ്കാരം കഴിഞ്ഞാൽ മിമ്പറിൽ പിടിക്കുന്ന വാളുകൊണ്ട് പ്രസിഡന്റിന്റെ വയറ്റിന് കുത്തുന്നത്. എത്രയോ പള്ളികളിലാണ് കമ്മിറ്റിക്കാരുടെ അവരുടെ മിനിറ്റ്സ് ബുക്ക് എടുത്തിട്ട് ഇമാമിന്റെ തലയെറിയുന്നത്. എത്ര പള്ളികളാണ് പൂട്ടിയിടപ്പെട്ടതറിയോ? ഇതൊന്നും പറയാതിരിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. പള്ളി ആരുടേതാ പ്രിയപ്പെട്ടവരെ? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഭവനമല്ലേ, ബൈത്തുള്ളയല്ലേ, ബൈത്തുള്ളയല്ലേ. എന്റെ വീട്ടിൽ കയറി ഏവനെങ്കിലും അടികൂടിയാൽ ഞാൻ എന്താ ചെയ്യുക? എന്റെ വീട്ടിൽ ആരെങ്കിലും കയറിയിട്ട് തല്ലുണ്ടാക്കിയാൽ ഞാൻ എന്താ ചെയ്യുക? അള്ളാന്റെ പള്ളി എല്ലാത്തിനും പോന്നതാണെന്ന ചിന്തയുണ്ടല്ലോ. ഒരു പള്ളി ഒരു നാടിന്റെ സെക്രട്ടേറിയറ്റ് മന്ദിരമാണ്. ആ നാട്ടിലെ പാവപ്പെട്ടവന്റെ, ആ നാട്ടിലെ കഷ്ടപ്പെടുന്നവന്റെ, ആ നാട്ടിലെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്തവന്റെ, അത് മുസൽമാന്റെ മാത്രമല്ല, എന്നെ കേൾക്കുന്ന ഏതെങ്കിലും ഹൈന്ദവ സഹോദരങ്ങൾ ചെറുകുളത്തുണ്ടെങ്കിൽ, ചുണ്ടയിൽ ഏതെങ്കിലും പ്രിയപ്പെട്ട ക്രൈസ്തവ സഹോദരങ്ങൾ കേൾക്കുന്നെങ്കിൽ അവർ കേൾക്കട്ടെ. ഈ ചെറുകുളം മുസ്ലിം ജമാഅത്ത് ഈ നാടിന്റെ സെക്രട്ടേറിയറ്റ് മന്ദിരമാ. ഇത് നമസ്കാരം മാത്രം നിർവഹിക്കാനുള്ളതല്ല, ഇത് നോമ്പ് പിടിക്കാൻ മാത്രമുള്ളതല്ല, ഇത് ഇഅ്തികാഫ് ഇരിക്കാൻ മാത്രമുള്ളതല്ല, ഇത് ഖുർആൻ ശരീഫ് ഓതാൻ വേണ്ടി മാത്രമുള്ളതല്ല. ഈ പള്ളിക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ചെറുകുളത്തെ ഏതോ ഒരു പൊട്ടുതൊട്ട അമ്മയുടെ മകന് പട്ടിണി കിടക്കുകയാ. ചെറുകുളത്തെ ഏതോ ഒരു കുരിശുമാലയണിഞ്ഞ മാതാവിന്റെ പെണ്ണുമോള് പട്ടിണി കിടക്കുകയാ. ആ വിവരം സജീർ ഫൈസ് മിമ്പറിൽ നിന്ന് മെഹ്റാബിന്റെ ഭാഗത്ത് നിന്ന് പറയുമ്പോ ആദരണീയനായ കടക്കൽ ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ഉണ്ടല്ലോ, അത് ശിരസാ വഹിച്ചുകൊണ്ട് ഉടനെ തീരുമാനമെടുക്കുകയാ. പള്ളി ജുമാ പിരിഞ്ഞാലാരും പോകരുത്. പോക്കറ്റിലുള്ള ഓരോ നാണയത്തൊട്ടുകൾ പുറത്തുള്ള ബക്കറ്റിലിടണ്. ഇവിടത്തെ ഏതോ ഒരു ജോർജിന് സുഖമില്ല, ഇവിടത്തെ ഏതോ ഒരു ഭാർഗവതി അമ്മയ്ക്ക് സുഖമില്ല, അതുകൊണ്ട് നിങ്ങൾ സഹായിക്കണമെന്ന് പറയേണ്ട പള്ളിയാ. അല്ലാതെ അബ്ദുല്ലാക്കും അബ്ദുൽ ഖാദറിന് മാത്രം കളക്ഷൻ എടുക്കേണ്ട പള്ളിയല്ല. എല്ലാ പള്ളികളും അങ്ങനെ തന്നെയാണ് നടന്നു പോകുന്നത്. കാരണം മദീനത്തുൻ നബവിയിൽ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പ്രസംഗിച്ചു കൊണ്ട് നിൽക്കുമ്പോ, മദീനത്തുൻ നബവിയിൽ റസൂലുള്ള ഇരിക്കുമ്പോ അതാ മലർ ഗോത്രത്തിൽപ്പെട്ട പട്ടിണി പാവങ്ങൾ കയറി വരികയാ. അവരുടെ കണ്ണ് കുടിഞ്ഞിരിക്കുന്നു, കവളൊട്ടിയിരിക്കുന്നു, വയറൊട്ടിയിരിക്കുന്നു, എല്ലുണ്ടിരിക്കുന്നു. പാവപ്പെട്ടവരാണ്. വിശപ്പിന്റെ വിളിയാളം മൂലം അവിടെ ചുണ്ടുണങ്ങിയിരിക്കുകയാ. ഒരു തുള്ളി പാനം ചെയ്യാൻ അവർക്ക് വെള്ളമില്ല, പൈതാഹമടക്കാൻ ഒരു തുള്ളി വെള്ളമില്ല. അവർ കടന്നു വന്നപ്പോൾ ബിലാൽ തങ്ങളോട് അഷ്റഫുൽ ഖൽഖ് പറഞ്ഞതെന്തെന്നറിയോ? ഓ ബിലാൽ, ഇഖാമത്ത് കൊടുക്കൂ ബിലാൽ. ബിലാൽ റളിയല്ലാഹു അൻഹു ഇഖാമത്ത് കൊടുക്കുകയാ. നമസ്കാരം കഴിഞ്ഞ് മദീനത്തുൻ നബവിയുടെ മിമ്പർ ഉണ്ടല്ലോ, ലോകവിശ്വാസികളുടെ പ്രസംഗപീഠമുണ്ടല്ലോ, ആ മിമ്പറിലോട്ട് ലോകത്തിന്റെ നേതാവ് കയറുകയാ. ലോകത്തെ ഏറ്റവും വലിയ മാനുഷിക മൂല്യങ്ങൾ മുറുകെ പിടിച്ച മാനവീക അംബാസഡർ ഉണ്ടല്ലോ, ലോകത്തെ മനുഷ്യത്വത്തിന്റെ അംബാസഡർ ഉണ്ടല്ലോ, ലോകത്തെ മുഴുവൻ മനുഷ്യരാശിയുടെയും മാനുഷികമായ പരിഗണനയുടെ ട്രാൻസ്ഫോർമർ ഉണ്ടല്ലോ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിലോട്ട് കയറിയിട്ട് അവിടെ നിന്ന് പ്രസംഗിക്കുകയാ. കണ്ടില്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ കൂടപ്പിറപ്പുകൾ അവർ എത്രയോ നാളുകളായി വിശന്നിട്ട് ഒരു തുള്ളി വെള്ളം ഇല്ലാതെ കഷ്ടപ്പെടുകയാ. അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രം നിങ്ങൾ കണ്ടോ? ഒരു മുണ്ട് മാത്രം ഉടുത്തിരിക്കുന്നു. മേൽമുണ്ട് ധരിക്കാൻ അവരുടെ കയ്യിൽ പണമില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോ ഇത് റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി പറയുകയാണ്, ഞാൻ നോക്കുമ്പോ കൂടുകളിൽ നിന്ന് പറവകൾ പാറിപ്പോകുമ്പോലെ മദീനയിൽ നിന്ന് സഹാബത്തിറങ്ങി ഓടുകയാ. അവർ ഓടിയിട്ട് വീടുകളിലേക്ക് ചെന്നിട്ട് അവരുടെ കൈവശമുള്ളതും എടുത്തുകൊണ്ട് വരികയാ. മദീനത്തുൻ നബവിയുടെ അകത്തളങ്ങളിൽ സ്വർണത്തിന്റെ കൂമ്പാരം വന്നു, വെള്ളിയുടെ കൂമ്പാരം വന്നു, വസ്ത്രത്തിന്റെ കൂമ്പാരം വന്നു, ഈത്തപ്പഴത്തിന്റെയും റൊട്ടിയുടെയും അതുപോലെ മുന്തിരിയുടെയും കൂമ്പാരം വന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ വീതിച്ചു കൊടുക്കുകയാ. അതേ നാട്ടിലെ പാവപ്പെട്ട
പാവപ്പെട്ടവന്റെ വിശപ്പിന്റെ വിളിയാളം മാറ്റിക്കൊടുക്കേണ്ടതാ. ഇവിടെ നടക്കുന്ന സകല പ്രശ്നങ്ങളുടെയും പരിഹാരം പള്ളിയിലാ നടത്തേണ്ടത്. നാട്ടിൽ നടക്കുന്ന സകല വിഷയങ്ങളുടെയും പരിഹാരം എവിടെയാണ്? പള്ളിയിലാണ് നടക്കേണ്ടത്. ഇന്ന് പള്ളിയിൽ നടക്കുന്ന പ്രശ്നങ്ങളുടെ പരിഹാരം ചായപ്പീടികയിലല്ലേ തീരുന്നത്? തലതിരിഞ്ഞുപോയ കാലമല്ലേ ചെറുപ്പക്കാരാ? അതുകൊണ്ട് അള്ളാന്റെ പള്ളിയുണ്ടല്ലോ, ആ പരിശുദ്ധമായ പള്ളി, ആ പള്ളി അങ്ങനെയാണ്. നമ്മുടെ നാടുകളിലെ പള്ളി അങ്ങനെയാണ് വേണ്ടത്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഈ പള്ളികളുണ്ടല്ലോ അത് നമ്മുടെ നാടിന്റെ ഐശ്വര്യമായ പള്ളികളാണ്. ആ പള്ളികളിൽ നമ്മുടെ നാടിന്റെ വിശപ്പ് മാറ്റിക്കൊടുക്കാൻ, ആളുകളുടെ സങ്കടങ്ങൾ മാറ്റിക്കൊടുക്കേണ്ട ഇടമാണ്. അള്ളാഹു അത്തരത്തിലുള്ള പള്ളിയാക്കി നമ്മുടെ പള്ളികളെ മാറ്റിയല്ലോ. അൽഹംദുലില്ലാഹ്, ഖിയാമത്ത് നാൾ വരെ തുടർന്നു പോകാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് പള്ളികളിൽ വലാ തളിമു ഫീഹിൻ അൻഫുസകും, ഈ റജബ് മാസം എത്തുമ്പോൾ നിങ്ങൾ ളുൽമ പാടില്ല. ഒരു പള്ളിയിൽ, ഒരു മഹല്ലത്തില് ളുൽമ നടന്നാൽ ആ പള്ളിയിൽ ബറക്കത്ത് ഉണ്ടാവൂല. എത്ര വലിയ ദിക്റിന്റെ മജ്ലിസ് നടന്നാൽ, എത്ര വലിയ സ്വലാത്തിന്റെ മജ്ലിസ് നടന്നാൽ, എത്ര നൂറുകണക്കിന് പെണ്ണുങ്ങളെ കെട്ടിച്ചാൽ, ഈ പള്ളികളിൽ അക്രമം നടക്കുന്നുണ്ടോ, ആ പള്ളികളിൽ ളുൽമ നടക്കുന്നുണ്ടോ, ഒരിക്കലും ആ പള്ളികളെ ബറക്കത്തില്ല. വീട്ടിൽ ളുൽമുണ്ടോ പെങ്ങളെ, അവിടെ ബറക്കത്തില്ല. നിന്റെ ഏത് മേഖലകളിലും ളുൽമുണ്ടോ, അവിടെ ബറക്കത്തില്ല. ഇത് ഞാൻ പറയുന്നതല്ല, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബ അള്ളാഹു ലോക വിശ്വാസികളോട് ഉണർത്തുകയാണ്. അള്ളാഹു നമുക്ക് ബറക്കത്ത് നഷ്ടപ്പെടാത്ത നല്ല ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ. ബറക്കത്ത് നഷ്ടപ്പെടുന്ന ഒരു ളുൽമ്, അക്രമം ഉണ്ടാകാൻ പാടില്ല. എന്താ ഈ അക്രമം? ളുൽമ് എന്താണ്? ഖുർആൻ 3 ളുൽമ് പരിചയപ്പെടുത്തി. നമ്മൾ ചേർത്ത് നിർത്തുന്നവരാകണം മറ്റുള്ളവരെ, അല്ലേ? 9-8 ഒരു അടിയടിച്ചു എന്നാണ്. 9-8 ഒരൊറ്റ അടിയടിച്ചു. എന്താ കാര്യം? 8 ചോദിച്ചു, എന്തിനാ നീ എന്നെ അടിച്ചത്? 9 പറഞ്ഞു, നിന്റെ മുകളിലല്ലേ ഞാനുള്ളത്, അതുകൊണ്ട് അടിയാന്നതാ. എന്റെ താഴെടാ നീ ഉള്ളത്. 8 ഇനിയിപ്പോ എന്ത് പറയാനാ? താഴെ കിടക്കുന്ന 7 ഒരൊറ്റ അടി അടിച്ചു കൊടുത്തു. 7 ചോദിച്ചു, എന്തിനാ അടിച്ചത്? 8 പറഞ്ഞു, ഞാൻ നിന്റെ മുകളിലല്ലേ. 7 6 അടിച്ചു, 6 5 അടിച്ചു, 5 4 അടിച്ചു, 4 3 അടിച്ചു, 3 2 അടിച്ചു, 2 1 അടിച്ചു. 1 താഴോട്ട് നോക്കുമ്പോ ഒന്നുമില്ല, വെറും മൂല്യമില്ലാത്ത പൂജ്യം കിടക്കുന്നു. അതിനെ അടിച്ചിട്ട് എന്ത് ചെയ്യാനാ? അതിനെ അടിച്ചിട്ട് എന്ത് ചെയ്യാനാ? ഒന്നുമില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? എനിക്ക് കിട്ടിയ അടി ഞാൻ ആർക്ക് കൊടുക്കും? 2 തിരിച്ചടിക്കാൻ പറ്റൂല, കാരണം ഞാൻ ചെറുതാ, അത് വലുതാ. അപ്പൊ ഇങ്ങനെ ചിന്തിച്ചപ്പോ പൂജ്യം വിലയില്ലാത്തതുമാണ്, ആർക്കും വേണ്ടാത്തതാണ് പൂജ്യം. 1 ചിന്തിച്ചൊരു കാര്യം ചെയ്യാം, പൂജ്യത്തിനെ കൂടെ നിർത്താം. പൂജ്യത്തിനെ കൂടെ നിർത്താം. അങ്ങനെ പൂജ്യത്തിന്, ആർക്കും വേണ്ടാത്ത മൂല്യമില്ലാത്ത പൂജ്യത്തിനെ തന്നോടൊപ്പം ചേർത്ത് നിർത്തിയപ്പോ അത് എത്രയായി? പറയേ 10. നേരെ ചെന്ന് 9 ഒരൊറ്റ അടി അടിച്ചു, അല്ലേ? ഇത് എത്രയും കാരണക്കാരനായ 9 അടിച്ചു എന്ന് പറഞ്ഞാൽ ചേർത്ത് നിർത്താൻ നമുക്ക് കഴിയണം. ഒരാളെ ചേർത്ത് നിർത്തിയാൽ നമുക്ക് ലോകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും. അല്ലാതെ അവൻ അങ്ങനെയുള്ളവരാണ് പൊക്കോട്ടെ, ഇവൻ ഇങ്ങനെയുള്ളവരാണ് ഇങ്ങോട്ട് പോട്ടെ, അങ്ങനെയല്ല. അവന്റെ വീട്ടിൽ ചെന്ന്, അവന്റെ അടുത്ത് ചെന്ന്, അവനെ പിടിച്ചിരുത്തി, അവനെ ചേർത്ത് നിർത്തി എന്തെങ്കിലുമൊക്കെ വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് ഒരാളെ നമ്മൾ അകറ്റി നിർത്തരുത്. ഖുർആൻ പരിചയപ്പെടുത്തിയ ളുൽമ് 3 ആണ്. 1 റബ്ബിനോടുള്ള ളുൽമ്, അത് ഒരൊറ്റ ളുൽമേ ഉള്ളൂ. ഇന്ന ശിർക ലളുൽമുൻ അളീം, അത് കഠിനമാണ് ളുൽമ്, ശിർക്ക്. ഇനിയുള്ള ളുൽമ് മറ്റുള്ളവരോടുള്ള, അപരനോടുള്ള ളുൽമാണ്. അത് അവന്റെ ഗീബത്ത്, അവന്റെ നമീമത്ത്, അവനെ ഉപദ്രവിക്കല്, അവനെ ചീത്ത പറയല്, അവനെ അധിക്ഷേപിക്കല്, അവനെ ആക്ഷേപിക്കല്, അവനെ വിമർശിക്കല്, അവനെ ഒറ്റപ്പെടുത്തല്, കുറ്റപ്പെടുത്തല്, ഇതെല്ലാം അപരനോടുള്ള ളുൽമാണ്. ഇനി 3-മതൊരു ളുൽമുണ്ട്, ഖുർആൻ പറഞ്ഞ ളുൽമ്, അത് സ്വയം ചെയ്യുന്ന ളുൽമാണ്. അതേതാ? ഇഞ്ചക്ഷൻ എടുക്കുന്നതല്ല, സ്വയം ചെയ്യുന്ന ളുൽമേതാ? നിസ്കാരം ഉപേക്ഷിക്കല്, നോമ്പ് ഉപേക്ഷിക്കല്, കള്ളു കുടിക്കല്, കഞ്ചാവ് വലിക്കല്, അതുപോലെ തന്നെ ലഹരി ഉപയോഗിക്കുന്നത്. പെണ്ണുങ്ങളെ ശ്രദ്ധയോടെ കേട്ടോ, +1 +2 പഠിക്കുന്ന പെൺമക്കളെ നല്ലോലെ കേട്ടോ, കഞ്ചാവ് വലിക്കുന്നത് നിങ്ങളോട് കാണിക്കുന്ന ളുൽമാണ്. യുവാക്കളോടൊന്നും പ്രസംഗിച്ചിട്ട് കാര്യമില്ല, അവരൊക്കെ ഇപ്പൊ നല്ല മാന്യന്മാരാ പള്ളിയിൽ കയറി. ഇപ്പോഴത്തെ മുഴുവൻ കഞ്ചാവിന്റെ അടിമകളും 13 14 വയസ്സുള്ള പെൺപിള്ളേരാ. അല്ലാന്ന് നിങ്ങൾ പറയണ്ട. ഈ ലോകം മൊത്തവും മുസ്ലിം പെൺകുട്ടികളെ പറ്റിയിട്ടുള്ള വലിയ ചർച്ചകളാ. നമ്മൾ നന്നാക്കിയില്ലെങ്കിൽ
ബറക്കത്തില്ലാത്ത മക്കളായി പോകും, ഒരു രക്ഷയുമില്ല. മുസ്ലിം പെൺകുട്ടികളുടെ കൗമാരക്കാരികളായ മുസ്ലിം പെൺകുട്ടികളുടെ ഇതുപോലുള്ള ലഹരി ഉപയോഗങ്ങൾ ഇന്ന് വൈറലായി കൊണ്ടിരിക്കുകയാണ്. അത് വളരെ ഗൗരവത്തിൽ രക്ഷകർത്താക്കൾ കാണണം. അവൻ പറയും, ഉസ്താദ് എന്റെ മോൾ അങ്ങനെയൊന്നും അല്ല, എല്ലാവരും ഇങ്ങനെ തന്നെ പറയുന്നത്. അപ്പൊ മോളെ വിളിച്ചിട്ട് ചോദിക്കേടി അങ്ങനെയാടി. അപ്പൊ അവള് പറയുന്ന തട്ടിപ്പിന്റെ 1 നമ്പർ വെർഷൻ ഏതെന്നറിയോ? തട്ടിപ്പിന്റെ പുതിയ വെർഷൻ ഏതാ? ഈ പെണ്ണ് പറയും, അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? ഞാൻ 8ാം ക്ലാസ് വരെ മദ്രസ പഠിച്ചല്ലേ, ഞാൻ എന്ന് യാസീൻ ഓതുന്നോളല്ലേ, ഞാൻ എന്നും ഖുർആൻ ഓതുന്നവളല്ലേ, ഞാൻ അങ്ങനെ ചെയ്യോ? എനിക്ക് എന്നെ സൂക്ഷിക്കാൻ അറിഞ്ഞൂടെ വാപ്പ? ഈ പറയുന്നതിനെ 3 വട്ടം സൂക്ഷിക്കണം. ഈ പറയുന്നതിനാണ് സൂക്ഷിക്കേണ്ടത്. സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന ആരാണ്? സാമ്പത്തിക ഒരത്തൻ വലിയൊരു വീഴ്ചയിൽ വീണു സാമ്പത്തിക വിഷയത്തിൽ. ചോദിച്ചു, നീ എന്താടാ ചെന്ന് വീഴാൻ കാരണം? അവൻ പറഞ്ഞത്, ഞാൻ അവനെ വിളിക്കുമ്പോഴൊക്കെ അവൻ ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് 2 ബെല്ല് കേട്ടിട്ട് എടുക്കുള്ളൂ. എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ പറയും, ഞാൻ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കാൻ ആ പേജ് കൂടെ തീർന്നിട്ട് എടുക്കാമെന്ന് കരുതിയിട്ടാ എടുത്തതെന്ന് പറയും. ഇടയ്ക്കൊക്കെ രാത്രിയൊക്കെ വിളിക്കുമ്പോൾ പറയും, ഞാൻ തഹജ്ജുദില. പകൽ വിളിക്കുമ്പോൾ പറയും ലുഹായില. ഞാൻ പള്ളിയിൽ ഏത്തിക്കാഫായിരുന്നു. അവന്റെ DP ഉണ്ടല്ലോ, വാട്സപ്പിന്റെ DPയിൽ എനിക്ക് എന്റെ അള്ളാഹു മതി, വേറെ ആർക്കും ഇല്ലാത്തൊരു അള്ളാഹ്. തട്ടിപ്പാണ്. മുഹീദ്ദീൻ ശൈഖിനെ ഇടും, റിഫായി ശൈഖിനെ ഇടും, കടുവാത്തങ്ങളെ പിടിച്ചാണ് ഇടും. അവനൊക്കെ സൂക്ഷിക്കണം. കാരണം എന്താ? ഇതൊക്കെ ഒരു വെർഷനാണ്, പുതിയ വെർഷൻ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് ഒരാളോടും നമുക്ക് അക്രമം വേണ്ട, അള്ളാഹിനോട് തീരെ വേണ്ട. സ്വന്തം ശരീരത്തോടുള്ള ദുൽമ് നിസ്കാരം ഇല്ലാതിരിക്കലാണ്, ലഹരി ഉപയോഗമാണ്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും വരുന്നില്ല, കാരണം പറഞ്ഞിട്ട് സമയം നഷ്ടപ്പെടുന്നതല്ലാതെ ഇബാദത്ത് എടുക്കാൻ ആഗ്രഹമുള്ള ഒരു കുറച്ച് അമലുകൾ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ, നിങ്ങൾ കാത്തിരിക്കുന്നവരുടെ മുമ്പിൽ വേഴാമ്പലിന്റെ കളകൂജനം പോലെ കാത്തിരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ അറിവിന്റെ വലിയ സമാഹാരം ഞാൻ നിരത്തി വെക്കുകയല്ല. എന്നെക്കാളും ഒക്കെ വിവരമുള്ളവരാ നിങ്ങൾ. എനിക്ക് വെള്ള പേപ്പറിൽ കറുത്ത പേന കൊണ്ട് ആദ്യമായിട്ട് പ്രസംഗം എഴുതി തന്ന ഇപ്പോഴും എനിക്കറിയാം. വിശ്വത്തിന്റെ വിവിധ വീതികളിൽ വിമോചനത്തിന്റെ വിവേക വിജ്ഞാന വിപ്ലവത്തിന്റെ വീരേതിഹാസം വിരചിച്ച വിശ്വവിമോചകൻ എന്ന് പറഞ്ഞാണ് എന്റെ പ്രസംഗത്തിന്റെ ഹെഡിങ്. അത് ബഹുമാനപ്പെട്ട കടക്കൽ ഉസ്താദ് തന്നതാണ്. ഞങ്ങളെ കടക്കൽ ഉസ്താദ് എന്നാ പറയുന്നത്. അവിടെ എന്നെ മദ്രസയിൽ പഠിപ്പിച്ചതാണ്. അപ്പൊ എനിക്ക് ആദ്യമായി പ്രസംഗം എഴുതാൻ ഞാൻ പണ്ടുകൂടെ പറഞ്ഞിട്ടുണ്ട്, എല്ലായിടത്തും പറയും. അപ്പൊ ഈ നിലയിൽ നമുക്ക് നമ്മുടെ ഉസ്താദുമാര് പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ നമുക്ക് കിട്ടുന്ന അവസരത്തിൽ ജനങ്ങളുടെ മുമ്പിൽ പറയുമ്പോ ഈ കുറെ കഞ്ചാവിന്റെയും ലഹരിയുടെയും കാര്യം കാര്യമില്ല. ഇതാരാ നന്നാവുക? എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പുറത്തേക്ക്. ഇപ്പൊ ചില കള്ളുകുടിയുടെ കാര്യം കേൾക്കുമ്പോൾ പടച്ചോനെ യൗമാരൊക്കെ കള്ളു കുടിക്കുവോ? ചില വാർത്തകളൊക്കെ നമ്മൾ വായിക്കുമ്പോഴേ യുവ കള്ളു കുടിക്കുവോ? നമ്മൾ ഞെട്ടിപ്പോകുന്ന ചില ആളുകൾ കള്ളുകുടിയന്മാരത്രേ. അത് എവിടെ വെച്ചാണ്? അൽഹംദുലില്ലാ, നമ്മളൊക്കെ അള്ളാഹു അതിൽ നിന്ന് രക്ഷപ്പെടുത്തി മരിക്കുന്നത് വരെ പടച്ചോൻ കാത്തുരക്ഷിക്കട്ടെ. നമ്മളൊന്നും ചിന്തിക്കാൻ കഴിയാത്ത നിലയിലുള്ള ഇടങ്ങളിൽ വെച്ച് കള്ളു കുടിക്കുന്നു. അള്ളാഹു എന്തൊരു അദാബറക്കാനുള്ള തീരുമാനമാണ്. കോവിഡ് തന്നിട്ട് മനുഷ്യൻ പഠിക്കുന്നില്ല. അള്ളാഹു കോവിഡ് തന്നിട്ട് നമ്മൾ പഠിക്കുന്നില്ല. അള്ളാഹ് ഇനിയും വലുതുണ്ട്. എപ്പോഴും അള്ളാഹു ചെറുതേ പുറത്തെടുക്കൂ. ഇത് ഞാൻ പറയുന്നതല്ല. വല നുരീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ ലഅല്ലഹും യർജിഊൻ. നിങ്ങൾ എല്ലാ തിന്മകളും അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടെസ്റ്റ് ഡോസ് ചെറുത് അല്ലാഹ് തരും. ദൂനൽ അദാബിൽ അക്ബർ, വലുത് പിന്നെ തരുള്ളൂ. അള്ളാഹു തന്നതൊക്കെ ചെറുതാ. ഇത് ഏറ്റവും ചെറുത് നമുക്ക് തന്നിട്ട് താങ്ങാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. എല്ലാണത്തിന്റെ മുഖം ഇങ്ങനെ മറച്ചു വെച്ച് ഇപ്പൊ പലരുടെയും ചെവി ഇങ്ങനെ ഇരിക്കുക. ഇനി മാസ്ക് ബാക്കിൽ വെച്ചിട്ട് തിരിച്ചു കെട്ടണം, എങ്കിലേ ഈ റബ്ബർ വളഞ്ഞു പോകുമ്പോൾ പിടിച്ച് കെട്ടൂലേ കമ്പി വെച്ച്. അത് കണക്ക് എല്ലാത്തിന്റെ ചെവി ഇങ്ങനെയായി. നിങ്ങൾ നോക്ക്. അതുകൊണ്ടാണ് ഞാൻ ഷാൾ മാറ്റാത്ത. ചെവിയൊക്കെ ഇങ്ങനെ ആയി പോയെന്നേ ഈ മാസ്ക് ഇട്ടിട്ട്. എന്നിട്ട് നമ്മൾ പഠിച്ചോ? നമ്മൾ പഠിക്കില്ല. ഇനി അള്ളാഹ്ക്ക് അറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. അതുകൊണ്ട് ആ സമയത്ത് പിന്നെ ആരെ വിളിച്ചിട്ടും കാര്യമില്ല. പള്ളി പൂട്ടിയിട്ടും പള്ളി തുറന്നിട്ടതൊന്നും ഒരു കാര്യവും ഇല്ല. നമ്മൾ നന്നാവൂല സഹോദരങ്ങൾ. നമ്മൾ പൊട്ടന്മാരാ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്നാൽ നമ്മളൊക്കെ എത്ര നന്നാവെന്ന് വിചാരിച്ചാലാ? കൂട്ടത്തിലുള്ള നന്നായില്ലെങ്കിൽ അള്ളാഹു അദാബ്. നിസ്കാരം ഇല്ലാത്തവന് ഒരു ശിക്ഷ, അപ്പുറത്ത് കഞ്ചാവ് വലിക്കുന്നവന് വേറെ ശിക്ഷ. അങ്ങനെയല്ല. അള്ളാഹ് ഇറക്കുമ്പോൾ ഒരുമിച്ച് ഇറങ്ങുള്ളൂ. എല്ലാം അനുഭവിച്ചേ മതിയാവും. സൂഫിയാക്കളും അനുഭവിക്കണം, ഔലിയാക്കളും അനുഭവിക്കണം, മുത്തഖീങ്ങളും അനുഭവിക്കണം, മുഖ്ലിസീങ്ങളും അനുഭവിക്കണം, പാപികളും അനുഭവിക്കണം. എല്ലാവരും അനുഭവിച്ചേ മതിയാവുള്ളൂ. അതുകൊണ്ട് നമുക്ക് നാടിന്റെ ഐശ്വര്യത്തിന് വേണ്ടി ദ്വാരക്കാൻ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ദ്വാരം നോളി. അള്ളാഹു അതുപോലെ ഒരു വിപത്ത് ഇറങ്ങുമ്പോൾ ഫഖബലിനായിലേക്ക് ഗൈറ മഫ്തൂൻ, അള്ളാഹുവെ കുഴപ്പമൊന്നുമില്ലാതെ ഞാൻ അങ്ങ് തിരിച്ചു വിളിക്കണേ. അത് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആയ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് ലുൽമ് പാടില്ല. ഒരു ചരിത്രം ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധയോടെ കേട്ടോ. ലുൽമ്
ചെയ്താൽ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ ഒരു ചെറിയ ചരിത്രം പറഞ്ഞുതരാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു അവസരത്തിൽ പറഞ്ഞു, എനിക്ക് നഷ്ടപ്പെട്ട എന്റെ ജീവിതത്തിലെ നഷ്ടങ്ങൾ 3 അബൂ ഹുറൈറ തങ്ങൾ അറിയാലോ. എന്താ അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ പ്രത്യേകത? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഏറെ റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയാണ്. ഇതിന്റെ പേര് അബ്ദുല്ലാ എന്നാ. അബൂ ഹുറൈറ എന്ന് പറയാൻ കാരണം വേറൊരു കാരണമാണ്. ഇന്നിപ്പോ നമ്മളൊക്കെ മൃഗങ്ങളെ കൊല്ലുന്നവരാ, മൃഗങ്ങളോട് കരുണയില്ലാത്തവരാ എന്നൊക്കെ പറഞ്ഞ് ആധിക്ഷേപിക്കുമ്പോൾ നമുക്ക് മുമ്പിൽ നിർത്താൻ പറ്റിയെന്ന് നമ്മുടെ ഏറ്റവും നല്ലൊരു ലീഡർ അബൂ ഹുറൈറയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു വരുന്ന വഴിയിൽ അബ്ദുള്ള എന്ന് പറയുന്ന ഈ സഹാബി കയ്യിൽ എന്തോ ഒരു സാധനം ഒളിപ്പിച്ച് വെച്ചിരിക്കുക, ഒരു ഉള്ളം കയ്യിൽ എന്തോ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു. നബി തങ്ങൾ ചോദിച്ചു, എന്താ അബ്ദുള്ള, നോക്കട്ടെ? ഇല്ല നബിയെ, ഒന്നുമില്ല. എന്നാലും നോക്കട്ടെ അബ്ദുള്ള, എന്താ കയ്യിരിക്കുന്നത്? ഇതൊരു ചെറിയ പൂച്ചയാ നബിയെ, ഇതൊരു ചെറിയ പൂച്ച എനിക്ക് കിട്ടിയത് ഞാൻ എടുത്തോണ്ട് വന്നതാ. ഹിറത്ത് എന്നാണ് പൂച്ചയ്ക്ക് അറബി പറയുക. അപ്പോ അള്ളാന്റെ റസൂല് സ്നേഹത്തോടെ ഈ പൂച്ചയോടുള്ള എത്ര സ്നേഹം കണ്ടപ്പോ നബിതങ്ങളെ അബ്ദുല്ലാന്ന സഹാബിയെ വിളിച്ചു, യാ അബാ ഹുറൈറ, കൊച്ചു പൂച്ചയുടെ വാപ്പാന്ന് വിളിച്ചു. ആ പേര് തന്നെ ഇപ്പോഴും ഉള്ളത്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ആരംഭിക്കുക. അതാണ് സഹജീവികളോടുള്ള സ്നേഹം. അത് ഇസ്ലാം പഠിപ്പിച്ചതാണ്. അത് നമ്മുടെ നേതാക്കന്മാരുടെ പേരിലും അങ്ങനെയുണ്ട്. എന്നാൽ നിങ്ങളുടെ നേതാക്കന്മാർ അങ്ങനെ കാണാൻ പറ്റുമോ? അങ്ങക്ക് പറ്റൂല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ളുൽമ എന്ന് പറയുന്നത് ജീവിതത്തിൽ കടന്നു വന്ന നമ്മുടെ വീട്ടിലെ ഭാര്യയും ഭർത്താവും തമ്മിൽ ളുൽമ, ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് ഭാര്യ ലാലിമത്താണെങ്കിൽ പെണ്ണേ, നിന്റെ വീട്ടില് ബറക്കത്തില്ല മോളെ, ബറക്കത്തില്ല. നിന്റെ പൊന്നുമക്കളെ നീ വഞ്ചിക്കുന്നവളാണ്, ലാലിമത്താണെങ്കിൽ പെണ്ണ്, നിനക്ക് വീട്ടില് ബറക്കത്ത് വരൂല. ആര് ളുൽമ കാണിക്കുന്നുവോ അല്ലാഹു ബറക്കത്തങ്ങെടുത്തു കളയും. അതുകൊണ്ട് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ എന്ന ദുആ ഇറക്കുന്ന റജബ്. ആ റജബിൽ അല്ലാഹ് പറഞ്ഞത് എന്താണ്? ഞാൻ നിങ്ങൾക്ക് ബറക്കത്ത് തരാം, പക്ഷേ ഫലാ തളിമു ഫീഹിന്ന അൻഫുസകും, നിങ്ങൾ ളുൽമ കാണിക്കരുതെന്ന് പറഞ്ഞത്. അതുകൊണ്ട് മഹാനായ അബൂ ഹുറൈറ തങ്ങൾ പറയുന്നു, എന്റെ നഷ്ടം 3 കാര്യങ്ങളാണ്. എന്താ 3 നഷ്ടങ്ങൾ എന്നറിയോ? ഒന്ന്, വഫാത്തു റസൂലില്ലാഹ്, എന്റെ പുണ്യ പൂമാൻ ഈ ലോകത്തെ ജീവിതം പൂർത്തിയാക്കിയത് എനിക്ക് വലിയ നഷ്ടമാ. എന്റെ റസൂലുള്ളാഹിന്റെ വിയോഗം എനിക്ക് നഷ്ടമാണ്. ഒന്നാമത്തേത്. രണ്ടാമത്തെ നഷ്ടമേതെന്നറിയോ? അത് ഖത്ലു ഉസ്മാൻ ദുന്നൂറൈനി എന്ന അല്ലാഹുവിന്റെ ഹബീബിന്റെ 2 പൊന്നുമക്കൾ റുഖയ്യയെയും ഉമ്മു കുൽസുവിനെ കല്യാണം കഴിച്ച മാരനായ. ഇനി എനിക്ക് 100-ലധികം മക്കളുണ്ടെങ്കിലും ഞാൻ ഒന്നൊന്നിന് പുറകെ ഒന്നൊന്നായി മരിച്ചാൽ 100 എണ്ണത്തിനെ ഞാൻ കെട്ടിച്ചു കൊടുക്കുന്ന എന്റെ ഉസ്മാനാണെന്ന് പറഞ്ഞ മഹാനായ സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ കയറിയിട്ട് ദാടിയിൽ പിടിച്ച് വലിച്ചിട്ട് അദ്ദേഹത്തിന്റെ കൈപ്പത്തി വെട്ടിയെറിഞ്ഞിട്ട് അദ്ദേഹത്തെ ക്രൂരമായി കൊന്നുകളഞ്ഞ ആ ഉസ്മാൻ തങ്ങളുടെ ധീരരക്തസാക്ഷിത്വം എനിക്ക് വല്ലാതെ ജീവിതത്തിൽ വന്ന നഷ്ടമാണ്. ഇനി 3-മത്തേത് അബൂ ഹുറൈറയുടെ പറച്ചിലെന്തെന്നറിയോ? എന്റെ ഒരു സഞ്ചി കളഞ്ഞുപോയി. അതാണ്, ഒരു സഞ്ചി നഷ്ടപ്പെട്ടു പോയി. അതാണ് എന്റെ ജീവിതത്തിലെ 3-മത്തെ നഷ്ടം. വഫാത്ത് റസൂലിനോടും ഉസ്മാൻ തങ്ങളുടെ ഷഹാദത്തിനോടും ബന്ധപ്പെടുത്തിക്കൊണ്ടൊരു സഞ്ചി പോയി എന്ന് പറയുമ്പോൾ ന്യായമായിട്ട് അവിടെ സംശയം വന്നു ആളുകൾക്ക്, എന്താ സഞ്ചിക്കകത്തുള്ളത് പറയും. ആ സഞ്ചിക്കകത്ത് എന്തായിരുന്നു? കാരണം റസൂലുള്ളാഹി വഫാത്തും ഉസ്മാൻ തങ്ങളുടെ ഷഹാദ രക്തസാക്ഷിത്വം ഒക്കെ മനസ്സിലാവും. അതോട് കടപിടിക്കുന്ന നിങ്ങളുടെ ഈ സഞ്ചിയുടെ പ്രശ്നം എന്താ? അബൂ ഹുറൈറ തങ്ങൾ ചരിത്രം പറഞ്ഞു. എന്താണെന്നറിയോ? ഒരു ദിവസം ഞാനും എന്റെ ഹബീബും കൂടി നടന്നു പോകുമ്പോൾ, അല്ലാഹുവിന്റെ റസൂലും ഞാനും കൂടി നടന്നു പോകുമ്പോൾ നബി തങ്ങൾക്ക് നല്ല വിശപ്പായി. വല്ലാത്ത വിശപ്പ് വന്നപ്പോ ചോദിച്ചു, അബൂ ഹുറൈറ കയ്യിൽ വല്ലതുകൊണ്ടോ? ഞാൻ എന്റെ സഞ്ചിയിൽ ഒളിപ്പിച്ചു വെച്ച ഈത്തപ്പഴം എടുത്ത് എന്റെ ഹബീബിന് കൊടുത്തു. എന്റെ റസൂൽ അത് കഴിച്ചിട്ട് ബോധിച്ചു, അബൂ ഹുറൈറ നിനക്ക് ഏത് സമയത്തും കഴിക്കാൻ അതിനകത്ത് ഈത്തപ്പഴം വേണോ? ബലാ യാ റസൂലല്ലാഹ്, എനിക്ക് വേണം നബിയേ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ എന്ത് ചെയ്തെന്നറിയോ? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ആ സഞ്ചിയിലെ ഈത്തപ്പഴത്തിന് വേണ്ടി ബറക്കത്തിന് ദുആ ഇറക്കുകയാ. അല്ലാഹുവേ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്,
ആ സഞ്ചിയിൽ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ആ ബറക്കത്ത് അല്ലാഹു തആല അബൂ ഹുറൈറയുടെ സഞ്ചിയിൽ കൊടുത്തു. സഹോദരങ്ങളെ, മഹാനായ അബൂ ഹുറൈറ തങ്ങൾ തന്നെ പറയുകയാ, എന്റെ റസൂലുള്ളാഹിന്റെ കാലഘട്ടം മുഴുവനും ഞാൻ അതിൽ നിന്ന് കഴിച്ചു. അബൂബക്കർ തങ്ങളുടെ ഭരണകാലത്തും ഞാൻ അതിൽ നിന്ന് കഴിച്ചു. ഉമർ തങ്ങളുടെ കാലത്തിലും ഞാൻ അതിൽ നിന്ന് കഴിച്ചു. അത് കഴിഞ്ഞ് ഉസ്മാൻ തങ്ങളുടെ കാലമെത്തുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നുകളയുന്ന ആ ഒരു വലിയ അക്രമം നടന്നപ്പോൾ എന്റെ ആ സഞ്ചിക്കകത്ത് പിന്നെ എനിക്ക് ഈത്തപ്പഴം എടുക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ആ സഞ്ചി അങ്ങ് നഷ്ടപ്പെട്ടു പോയി. എന്റെ സഞ്ചി എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ആ ഒരു ദുൽമ നടന്നപ്പോഴാണ് അത് സംഭവിച്ചതെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുമ്പോ സഹോദരങ്ങളെ, ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യമാണ് അക്രമം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ.